കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന്റെ കുടുംബം ഇന്ന് കോളേജിലെത്തുകയാണ്. പിതാവ് രാജനും സഹോദരി നിഖിതയും സഹോദരി ഭർത്താവ് അശോകനുമാണ് കോളേജിലെത്തുക. ഇതോടൊപ്പം തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ലോണാപ്പ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. പ്രതികളായ അധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജി നാളെ പരിഗണിക്കുന്നുണ്ട്. ജോസഫ് അഗസ്റ്റിൻ വിശദാംശങ്ങൾ നൽകും. ജോസഫ്, ഈ നിതിന്റെ മരണത്തെ, അതായത് ആത്മഹത്യയ്ക്ക് ശേഷം കുടുംബം കോളേജിലേക്ക് എത്തുകയാണ്. കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവർ കോളേജിൽ എത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതോടൊപ്പം തന്നെ അധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജിയൊക്കെ നാളെ പരിഗണിക്കാനിരിക്കുകയാണ്. വിവരങ്ങൾ. ഏപ്രിൽ 10-നാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. അതിനുശേഷം ആദ്യമായാണ് അധ്യാപകർ ഈ കോളേജിൽ എത്തുന്നത് എന്നുള്ള പ്രത്യേകതയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. അതായത് ഇന്നലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ അടക്കം ഇത്തരത്തിൽ നിതിൻ രാജിന്റെ കുടുംബം കണ്ടിരുന്നു. ഈ അന്വേഷണത്തിൽ കടുത്ത രീതിയിലുള്ള ആശങ്കകളാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലിന് ഉൾപ്പെടെ പ്രതി ചേർക്കണമെന്ന ആവശ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. കാരണം പ്രിൻസിപ്പൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അറിവുകൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടം മുതൽ ഈ വിവരങ്ങൾ രക്ഷിതാക്കളെ അറിയിക്കുന്നതിൽ ഗുരുതരമായ അലംഭാവം ഈ പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് സംഭവിച്ചു. മാത്രമല്ല, ഈ 12:30 ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയ കുട്ടിയെ മരിച്ചു എന്ന വിവരം അറിയിക്കുന്നത് 6:30 ശേഷമാണ്. പോലീസ് സ്റ്റേഷനിലും അപ്രകാരമാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് മെഡിക്കൽ നെഗ്ലിജൻസ് ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ ഈ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്ന് വന്നു. പ്രിൻസിപ്പലിന്റെ ശകാരത്തെ തുടർന്നാണ് ഈ ജീവനൊടുക്കാൻ കാരണമായതെന്ന ഒരു ബോധ്യം ഈ CCTV ദൃശ്യം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബം ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രതിപട്ടികയിൽ പ്രിൻസിപ്പലിനെ കൂടി ഉൾപ്പെടുത്തണമെന്നൊരാവശ്യം കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്ന് വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തും, അധ്യാപകരുമായി സംസാരിക്കും. ഈ മകൻ അവസാനമായി നടന്നു നീങ്ങിയ ഇടങ്ങളിലൂടെയെല്ലാം ഈ രക്ഷിതാക്കൾ നടന്നു പോകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും അതിനുശേഷം മാനേജ്മെന്റുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 പേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റാ പേ ലോൺ നടത്തിപ്പുകാരായിട്ടുള്ള 3 പേരെ ജോസഫ് അഗസ്റ്റിനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അതായത് ഇൻസ്റ്റാ പേ ലോൺ ആപ്പിലെ നടത്തിപ്പുകാർ 3 പേർ ഇപ്പോൾ റിമാൻഡിലാണ്. അവരുടെ ചോദ്യം ചെയ്യലിനായി വേണം എന്നാവശ്യപ്പെട്ട് പോലീസിന്റെ ഒരു ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. ഒപ്പം അധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജി നാളെ കോടതിയുടെ പരിഗണനയ്ക്ക് എത്തും. ഒപ്പം നിതിൻ രാജിന്റെ കുടുംബം ഇന്ന് കോളേജിലെത്തുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതെല്ലാം ആകാംക്ഷയോടെ നമ്മളും കാത്തിരിക്കുകയാണ്.